ഉണ്ട്, പക്ഷെ അതൊന്നും പഴുത്തില്ല. താഴെ വരുന്ന വലുത് നിൽക്കുന്നത് പഴുത്തില്ല. ഇത് നല്ല ചെറുതാ, നല്ല പോലെ പഴുത്തിട്ടുണ്ട്. നമ്മളെ പൊന്നുകുട്ടൻ ഇന്നലെ എടുത്തിട്ട് വന്ന പൊന്നുകുട്ടനും ഞാനും കൂടെ എടുത്ത് പൊന്നാങ്കണ്ണി ചീര. എല്ലാ ഇലയൊക്കെ എടുത്ത് അത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ തണ്ട് പെട്ടെന്ന് മുറ്റിപ്പോവും. അപ്പോൾ നമ്മുടെ ഇലകൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഞാൻ നുള്ളിയെടുത്ത് ഇച്ചിരി ഒന്ന് അരിഞ്ഞും കൂടെ എടുത്തു. കുറച്ചൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർന്ന് പോയതിന് ശേഷം ഇലകളൊക്കെ നുള്ളിയെടുത്ത് അതിൻ്റെ കൂടെ കുറച്ചെണ്ണം ചെറുപയറും കൂടെ ഞാൻ വേവിച്ച് വെച്ചിരിക്കുക. അതും കൂടെ ഇട്ട് തോരൻ വയ്ക്കുമ്പോൾ അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര തോരൻ റെഡിയായി. പച്ചച്ചീരയെക്കാളും നല്ല ടേസ്റ്റാണ്. എനിക്കൊത്തിരി ഇഷ്ടമാണ്. മക്കളും പയറൊക്കെ ഇട്ടതുകൊണ്ട് മക്കളും കഴിച്ചോളും.